ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോസ് എന്ന മൂവിയുടെ സ്റ്റോറിയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇയാളുടെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. അപകടം കാരണം ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇയാൾ എന്തോ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ഇയാൾക്ക് സംസാരിക്കാനായി ഒരു ഉപകരണം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, പറയൂ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. എതിരിലിരിക്കുന്ന ആൾ ആ ഉപകരണം അയാളുടെ കഴുത്തിൽ വെച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവിടെ മുതലാണ് തുടക്കം മുതൽ നടന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ കാറിൽ ഒരു ഭാര്യയും ഭർത്താവും വരുന്നത് കാണിക്കുന്നു. ഭാര്യയുടെ പേര് അരുന്ധതി എന്നാണ്. ഇവർ തന്റെ മുൻ കാമുകൻ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്താണ് ജോലിക്ക് ചേരുന്നത്. നീ എന്തിനാണ് അവന്റെ സ്ഥലത്ത് ജോലി ചെയ്യുന്നത്? അവനെ കാണുമ്പോൾ നിനക്ക് സ്ട്രെസ് ആകില്ലേ? വേണ്ട എന്ന് ഭർത്താവ് പറയുന്നു. എന്നാൽ ഇല്ല, ഞാൻ അവിടെ തന്നെയാണ് ജോലിക്ക് പോകുന്നത് എന്ന് അരുന്ധതി തറപ്പിച്ചു പറയുന്നു. ഇവർ ഇപ്പോൾ താമസിക്കാനായി പുതിയൊരു വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി സീൻ കട്ട് ചെയ്ത് മറ്റൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് മീര എന്നാണ്. മീരയുടെ ഭർത്താവാണ് നമ്മുടെ ഹീറോ. ഇയാളുടെ പേര് പ്രകാശ് എന്നാണ്. അരുന്ധതിയുടെ എക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ഹീറോയെ കുറിച്ചാണ്. ഇപ്പോൾ പ്രകാശിന് കല്യാണം കഴിഞ്ഞ് മീര എന്ന ഭാര്യയുണ്ട്. മീരയ്ക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇഞ്ചക്ഷനും മരുന്നുകൾ എപ്പോഴും എടുത്താൽ മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയൂ. എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ മടുത്തു എന്ന് മീര പറയുന്നു. എന്നാൽ ഭർത്താവ് അത് സമ്മതിക്കില്ല. നീ അവസാനം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് അയാൾ പറയുന്നു. അയാൾ ജോലിക്ക് പോകുമ്പോൾ മീരയെയും കൂടെ കൂട്ടുന്നു. നീ എന്റെ റൂമിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയുന്നു. മറുഭാഗത്ത് അരുന്ധതിയെ കാണിക്കുന്നു. അരുന്ധതി ഭർത്താവിനൊപ്പം സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യുകയാണ്. അതിനിടയിൽ രണ്ടുപേരും റൊമാൻറ്റിക്കായി ഉമ്മ വെക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ അരുന്ധതിയുടെ കണ്ണിൽ തന്റെ മുൻ കാമുകനായ ഹീറോയുടെ മുഖം തെളിയുന്നു. ഹീറോയാണെന്ന് കരുതി അരുന്ധതി ഭർത്താവിനെ അടിക്കുന്നു. ഭർത്താവിനെ അടിച്ചല്ലോ എന്നോർത്ത് അവർ ക്ഷമ ചോദിക്കുന്നു. കുഴപ്പമില്ല, വിട്ടേക്ക് എന്ന് ഭർത്താവ് പറയുന്നു. അതായത് ഭാര്യ ഇപ്പോഴും തന്റെ പഴയ കാമുകനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെന്ന് ഭർത്താവിന് അറിയാം. അതുകൊണ്ട് ഭർത്താവ് അത് വലിയ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന ആശുപത്രി കാണിക്കുന്നു. ഇയാളാണ് ആശുപത്രിയുടെ ഹെഡ്. ഈ ആശുപത്രിയിൽ അമിതമായി പണം ഈടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒട്ടനവധി ആളുകൾ ചേർന്ന് അവിടെ സമരം നടത്തുന്നുണ്ട്. എന്താണ് ഇങ്ങനെ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഹെഡ് ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ ഒന്ന് തീർപ്പാക്കൂ എന്ന് അയാൾ പരിചയമുള്ളവരോട് പറയുന്നു. അതുപോലെ സെക്യൂരിറ്റിയെ വിളിച്ച് വഴക്ക് പറയുന്നു. അവർ അകത്തേക്ക് വരുന്നത് വരെ നീ എന്തെടുക്കുകയായിരുന്നു? അവർ അകത്തു കടക്കാതെ തടയാൻ കഴിയില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു. സെക്യൂരിറ്റിയും ക്ഷമ ചോദിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇവിടെയുള്ള നഴ്സുമാരെ കാണിക്കുന്നു. ഇതിൽ ഒരു ഹെഡ് നഴ്സ് ഉണ്ട്. ഒരു മുത്തശ്ശി അലാറം അടിച്ച ഉടനെ അവർ അങ്ങോട്ട് വരുന്നു. മുത്തശ്ശി, വെറുതെ അലാറം അടിക്കരുത്, എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം അലാറം അടിച്ചാൽ മതി എന്ന് പറയുന്നു. മുത്തശ്ശിയും അത് സമ്മതിക്കുന്നു. ഈ ആശുപത്രിയിലാണ് നമ്മുടെ ഹീറോ പ്രകാശ് ജോലി ചെയ്യുന്നത്. അയാൾ ഭാര്യ മീരയെ കൂടെ കൂട്ടി തന്റെ റൂമിലേക്ക് വരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഫോൺ വിളിക്ക്, നീ കിടന്ന് റെസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നു. മീരയും അത് സമ്മതിക്കുന്നു. പ്രകാശ് രോഗികളെ പരിശോധിക്കാനായി ഓരോ റൂമിലേക്കും പോകുന്നു. പ്രകാശിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഡോക്ടറുണ്ട്. അയാളുടെ പേര് നിഖിൽ എന്നാണ്. ഈ നിഖിൽ നഴ്സുമാരോടും മറ്റു വനിതാ ഡോക്ടർമാരോടും ഫ്ലർട്ട് ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. കൂടാതെ വരുന്ന പെൺകുട്ടികളായ രോഗികളോടും അയാൾ ഫ്ലർട്ട് ചെയ്യാറുണ്ട്. ഇയാൾ അല്പം വില്ലത്തരം നിറഞ്ഞ ആളാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഒരു ക്ലീനിങ് ജോലിക്കാരി സ്ത്രീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ് നഴ്സ് അങ്ങോട്ട് വരുന്നു. അവർ ആ സ്ത്രീക്ക് വീട്ടു ചെലവിനായി കുറച്ച് പണം നൽകുന്നു. ഈ ക്ലീനിങ് സ്ത്രീയെ ഹെഡ് നഴ്സ് മറ്റെന്തോ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ പണം നൽകുന്നത്. ആ സ്ത്രീയും പണം വാങ്ങി വെക്കുന്നു. പ്രകാശ് നടന്നു പോകുമ്പോൾ അരുന്ധതി എതിർവശത്ത് നിന്ന് വരുന്നു. ഒരു കാലത്ത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കാത്ത മട്ടിൽ കടന്നു പോകുന്നു. ഇവിടെയാണ് ഇവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു പബ്ബിൽ പാർട്ടിക്ക് വന്നപ്പോഴാണ് ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നതും പ്രണയത്തിലാകുന്നതും. ഇവരുടെ പ്രണയം നാൾക്കുനാൾ വളർന്നു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നീട് വീട്ടിൽ സംസാരിച്ചപ്പോൾ പ്രകാശിന്റെ മാതാപിതാക്കൾക്ക് അരുന്ധതിയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജാതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി. അമ്മയുടെ വാക്ക് ലംഘിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹീറോ ബ്രേക്കപ്പ് ചെയ്യുന്നു. പ്രശ്നം എന്തെന്നാൽ അവർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നതിനാൽ അരുന്ധതി ഗർഭിണിയായിരുന്നു. നീ ഉടനെ വീട്ടിലേക്ക് വരൂ എന്ന് അരുന്ധതി വിളിച്ചു പറയുമ്പോൾ, നമ്മൾ ബ്രേക്കപ്പ് ചെയ്തതല്ലേ, ഇനി എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രകാശ് ഫോൺ കട്ട് ചെയ്തു. താൻ ഗർഭിണിയാണെന്ന് പറയാനാണ് അരുന്ധതി വിളിച്ചത്. അതിനു മുൻപ് അയാൾ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അരുന്ധതിയുടെ ഗർഭം അലസുന്നു. രക്തസ്രാവം ഉണ്ടാകുന്നു. അതിനെ ഓർത്ത് അരുന്ധതി ഒരുപാട് കരയുന്നു. ഇപ്പോൾ പ്രസന്റിൽ പ്രകാശ് റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് വരുന്നു. ഭാര്യ മീര അപ്പോഴും ഉറങ്ങാതിരിക്കുകയാണ്. എന്താ മീര ഉറങ്ങാത്തത്? കിടന്ന് റെസ്റ്റ് എടുത്താലല്ലേ ശരീരം നന്നാകൂ എന്ന് പ്രകാശ് ചോദിക്കുന്നു. മീരയും കിടക്കുന്നു. ഇപ്പോൾ വാച്ച്മാനെ കാണിക്കുന്നു. അവൻ താഴെ നിൽക്കാൻ ടെറസിലെ ഒരു വിജനമായ സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഒരു മെയിൽ നഴ്സ് വരുന്നു. വാച്ച്മാൻ അയാൾക്ക് ഒരു പേപ്പർ കൊടുക്കുന്നു. നഴ്സ് അത് വാങ്ങി അവിടെ നിന്ന് പോകുന്നു. അയാൾ എവിടെ നിന്നോ ചില മരുന്നുകൾ എടുക്കുന്നു. അയാൾ എന്തോ തെറ്റായ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് വ്യക്തമല്ല. സ്റ്റെല്ല എന്നൊരു പെൺകുട്ടിയുടെ മുത്തശ്ശന് സുഖമില്ലാതാകുന്നു. എമർജൻസി ആയതുകൊണ്ട് അവർ മുത്തശ്ശനെ ഈ ആശുപത്രിയിൽ എത്തിക്കുന്നു. മുത്തശ്ശന് ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ പെൺകുട്ടിയെ കണ്ട ഉടനെ ഡോക്ടർ നിഖിലിന് അവളെ ഇഷ്ടപ്പെടുന്നു. വിഷമിക്കേണ്ട, ഞാൻ മുത്തശ്ശനെ നോക്കിക്കോളാം എന്ന് അയാൾ നന്നായി സംസാരിക്കുന്നു. അവളുടെ നമ്പർ തന്ത്രപൂർവ്വം വാങ്ങിവെക്കുന്നു. യഥാർത്ഥത്തിൽ അരുന്ധതിയാണ് മുത്തശ്ശന് ചികിത്സ നൽകിയിരുന്നത്. ഇപ്പോഴത്തേക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് പോയി കാണാം എന്ന് അരുന്ധതി പറയുന്നു. ചെല്ലയുടെ മുത്തശ്ശൻ അതുവരെ ഓക്കെ ആയിരുന്നു. എന്നാൽ പെട്ടെന്ന് അയാൾക്ക് ഫിക്സ് വരുന്നത് പോലെ തോന്നുന്നു. ഉടനെ അരുന്ധതിയും പ്രകാശും അങ്ങോട്ട് ഓടിയെത്തുന്നു. രണ്ടുപേരും ചേർന്ന് ചികിത്സ നൽകുന്നു. ആ പ്രശ്നം അവർ പരിഹരിക്കുന്നു. വിഷമിക്കേണ്ട, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് സ്റ്റെല്ലയോട് പറയുന്നു. സ്റ്റെല്ലയ്ക്കും അല്പം ആശ്വാസമാകുന്നു. ഇനി സീൻ കട്ട് ചെയ്ത് ഒരു പ്രശസ്ത ഗായകനെ കാണിക്കുന്നു. ഇയാൾ ഒരു ഷോയിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഇയാൾക്ക് സ്വന്തമായി ഒരു സ്ഥലമുണ്ട്.
ആ സ്ഥലം ഇയാളുടെ അമ്മാവൻ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മാവൻ മറ്റാരുമല്ല, ഈ ആശുപത്രിയുടെ ഹെഡാണ്. എനിക്ക് ആ സ്ഥലം തരൂ, എത്ര പണം വേണമെങ്കിലും തരാം എന്ന് അമ്മാവൻ പറയുന്നു. എന്നാൽ സ്ഥലം വിൽക്കാൻ താല്പര്യമില്ലെന്നും ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്നും ഗായകൻ അമ്മാവനോട് പറയുന്നു. പെട്ടെന്ന് ഈ ഗായകന് സുഖമില്ലാതാകുന്നു. വീട്ടുകാർ വേഗത്തിൽ അമ്മാവന്റെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു. പെട്ടെന്ന് എന്തിനാണ് ഓപ്പറേഷൻ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ പരിശോധിച്ചതിൽ നിന്ന് ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം, ഒപ്പിടൂ എന്ന് ഡോക്ടർ പറയുന്നു. ഭാര്യ ഒപ്പിട്ട് നൽകുന്നു. ഓപ്പറേഷൻ നടക്കുന്നു. മറുഭാഗത്ത് സ്റ്റെല്ലയെ കാണിക്കുന്നു. നിഖിൽ അവളോട് ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മുകളിലെ ടെറസിലേക്ക് വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് അയാൾ പറയുന്നുണ്ട്. സ്റ്റെല്ലയും മുകളിലേക്ക് പോകുന്നു. അവൾ മുകളിലേക്ക് പോയ സമയത്ത് മുത്തശ്ശന്റെ റൂമിലേക്ക് ആരോ വരുന്നുണ്ട്. ആരാണെന്ന് വ്യക്തമാക്കിയില്ല. മുകളിൽ നിഖിൽ അവളെ തൊട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ പെരുമാറ്റം ഒട്ടും ശരിയല്ലെന്ന് കണ്ട് സ്റ്റെല്ല അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയാണ്. അതിനകം പോവുകയാണോ, നിൽക്കൂ എന്ന് പറഞ്ഞ് നിഖിൽ പുറകെ വരുന്നു. സ്റ്റെല്ല മുത്തശ്ശനെ കാണാൻ റൂമിലെത്തുമ്പോൾ മുത്തശ്ശന് കഠിനമായ വേദന അനുഭവപ്പെടുന്നുണ്ട്. അവൾ എല്ലാവരെയും വിളിച്ചുണർത്തുന്നു. നമ്മുടെ ഹീറോ പ്രകാശ് തന്റെ റൂമിലുണ്ടായിരുന്നു. ഭാര്യ മീരയോട് നീ കിടന്ന് റെസ്റ്റ് എടുക്കൂ, ഞാൻ വരാൻ വൈകും എന്ന് പറഞ്ഞ് അയാൾ വേഗത്തിൽ അങ്ങോട്ട് ഓടുന്നു. അരുന്ധതിയും അവിടെ എത്തുന്നു. രണ്ടുപേരും പരമാവധി ശ്രമിച്ചെങ്കിലും മുത്തശ്ശൻ അവിടെ വെച്ച് മരണപ്പെടുന്നു. ക്ഷമിക്കണം, രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ സ്റ്റെല്ലയോട് പറയുമ്പോൾ സ്റ്റെല്ല ഒരുപാട് കരയുന്നു. തനിക്ക് രക്ഷിക്കാൻ കഴിയാത്തതിൽ പ്രകാശ് ഭാര്യയോട് സങ്കടം പറയുന്നുണ്ട്. സാരമില്ല, നിങ്ങൾ ശ്രമിച്ചില്ലേ എന്ന് ഭാര്യ ആശ്വസിപ്പിക്കുന്നു. അരുന്ധതിയും ഇതിൽ വിഷമിക്കുന്നുണ്ട്. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് അശോക് വരുന്നു. അശോകിനോട് അരുന്ധതി സങ്കടത്തോടെ കാര്യങ്ങൾ പറയുന്നു. അയാൾ അവളെ ആശ്വസിപ്പിച്ചു. മുത്തശ്ശന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് കാണുന്ന മീര ഇങ്ങനെ കഷ്ടപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ ഈ മരണം എത്രയോ ഭേദമാണ് എന്ന് കാരണം മീരയും മരിക്കാൻ ആഗ്രഹിക്കുന്ന മട്ടിലാണുള്ളത്. പ്രകാശ് അതിശയത്തോടെ ഭാര്യയെ നോക്കുന്നു. ഇപ്പോൾ ഗായകനെ കാണിക്കുന്നു. അയാൾക്ക് അല്പം ഭേദമുണ്ട്. കുടുംബാംഗങ്ങൾ കൂടെയുണ്ട്. അമ്മാവൻ അങ്ങോട്ട് വരുന്നു. ഈ അവസ്ഥയിലും അയാൾ സ്വത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് കേൾക്കാൻ താല്പര്യമില്ലാതെ ഗായകൻ മുഖം തിരിക്കുന്നു. അമ്മാവൻ പുറത്തു പോകുന്നു. ഗായകന്റെ ഭാര്യ അയാൾക്ക് ഭക്ഷണം വാരി കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. അമ്മാവൻ പറയുന്നത് ശരിയല്ലേ, ആ സ്വത്ത് നമുക്ക് കൊടുത്തേക്കാം എന്ന് ഭാര്യ പറയുന്നു. ഗായകൻ ദേഷ്യപ്പെട്ട് നീ ഈ റൂമിൽ നിൽക്കണ്ട, പുറത്തു പോ എന്ന് വഴക്ക് പറഞ്ഞു. ഭാര്യ പിണങ്ങി പുറത്തേക്ക് വന്ന് അമ്മയുടെ അടുത്തിരിക്കുന്നു. ഭാര്യ പുറത്തേക്ക് വന്നത് ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്തതായി ആശുപത്രി ഹെഡിന്റെ മകളെ കാണിക്കുന്നു. ഇവളോടും നിഖിൽ ഫ്ലർട്ട് ചെയ്യുന്നുണ്ട്. നിഖിൽ അവളെ മുകളിലേക്ക് വിളിക്കുന്നു. അവൾ വരുന്നു. നിഖിൽ അവളെ കെട്ടിപ്പിടിച്ച് റൊമാൻസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും പണ്ടേ പ്രണയത്തിലാണെന്ന് തോന്നുന്നു. ഈ കാര്യങ്ങൾ സെക്യൂരിറ്റിയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ മുതലാളിയുടെ മകളുമായിട്ടാണോ റൊമാൻസ് ചെയ്യുന്നത് എന്ന് കണ്ട് സെക്യൂരിറ്റിക്ക് ദേഷ്യം വരുന്നു. ഗായകന്റെ ഭാര്യ പുറത്തുപോയ സമയം നോക്കി ആരോ ഗായകന്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മകളോട് നീ ദേഷ്യപ്പെട്ട് പുറത്തിരിക്കാതെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകൂ എന്ന് പറയുന്നു. ഭാര്യ റൂമിലെത്തുമ്പോൾ ഭർത്താവ് പിടയുകയാണ്. പെട്ടെന്ന് പ്രകാശും അരുന്ധതിയും വിവരമറിഞ്ഞ് ഓടിയെത്തുന്നു. പരിശോധിച്ചപ്പോൾ ഗായകൻ മരണപ്പെട്ടതായി മനസ്സിലാകുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ അയാൾ എങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പ്രകാശ് ഭാര്യയുമായി വീട്ടിലേക്ക് പോകാൻ കാറിൽ കയറുന്നു. അപ്പോൾ ബൈക്കിൽ ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു. അയാൾക്ക് പിടികൊടുക്കാതെ വേഗത്തിൽ പോകാൻ പ്രകാശ് കാർ വേഗത്തിൽ ഓടിക്കുന്നു. ബൈക്കുകാരൻ കാറിന് കുറുകെ വന്ന് നിർത്തുന്നു. പ്രകാശ് സഡൻ ബ്രേക്ക് ഇടുന്നു. പ്രകാശ് ബെൽറ്റ് ഇട്ടിരുന്നു. എന്നാൽ ഭാര്യ ബെൽറ്റ് ഇട്ടിട്ടില്ലാത്തതിനാൽ കാറിന്റെ ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. അത് കണ്ട് ബൈക്കുകാരൻ ചിരിച്ചുകൊണ്ട് പോകുന്നു. ഭാര്യ മരിച്ചതുപോലെ കിടക്കുകയാണ്. പ്രകാശ് അരികിൽ ചെന്ന് നോക്കുമ്പോൾ ഭാര്യ പിടഞ്ഞു മരിക്കുന്നു. പ്രകാശിന് താങ്ങാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രകാശിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഭാര്യ മീരയാണ് രാവിലെ അയാളെ വിളിച്ചുണർത്തുന്നത്. പ്രകാശിന്റെ മനസ്സിൽ എന്തോ വലിയ ചിന്തകൾ ഓടുന്നുണ്ട്. പ്രകാശ് ആശുപത്രി ഹെഡിനെ കാണാൻ പോകുന്നു. എന്റെ രോഗികൾ അടുത്തടുത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തോ തെറ്റായി തോന്നുന്നു, അന്വേഷണം വേണം എന്ന് പറയുന്നു. എന്നാൽ ഹെഡ് അത് നിസ്സാരവൽക്കരിക്കുന്നു. നീ അമിതമായി ജോലി ചെയ്യുന്നത് കൊണ്ട് തോന്നുന്നതാണ്, അല്പം തെറാപ്പി എടുക്കൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ പ്രകാശ് അരുന്ധതിയെ കാണുന്നു. ഒരു പക്ഷേ ഇവളാണോ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. അരുന്ധതിയുടെ മരുന്നുകൾ വെക്കുന്ന സ്ഥലം രഹസ്യമായി പരിശോധിക്കാൻ പ്രകാശ് തീരുമാനിക്കുന്നു. അവിടെ പരിശോധിക്കുമ്പോൾ അവൾ ഒരു പ്രത്യേക ഡ്രഗ് എടുക്കുന്നത് കാണിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അരുന്ധതിയുടെ ഗർഭം അലസി അവൾ ഡിപ്രഷനിലായപ്പോൾ പ്രകാശ് അവളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട്. നീ ഗർഭിണിയാണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു എന്ന് പ്രകാശ് പറയുന്നു. എന്നാൽ ദേഷ്യത്തിലുള്ള അരുന്ധതി ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് പ്രകാശിന്റെ വിരലിൽ കുത്തുന്നു. ആ കുത്തിൽ പ്രകാശിന്റെ വിരൽ മുറിഞ്ഞു പോയിരുന്നു. അത് തുന്നിക്കെട്ടിയ കാര്യം പ്രകാശ് ഓർക്കുന്നു. മുത്തശ്ശിക്ക് ആരോ മനഃപൂർവ്വം മരുന്ന് നൽകിയതാണെന്ന് സംശയിച്ച് പ്രകാശ് ഒരു സാമ്പിൾ എടുത്ത് തന്റെ സുഹൃത്തിന് പരിശോധിക്കാൻ നൽകുന്നുണ്ട്. കൂടാതെ ഹെഡ് നഴ്സിനോടും ക്ലീനിങ് സ്ത്രീയോടും അരുന്ധതിയെക്കുറിച്ച് ചോദിക്കുന്നു. അതെ സർ, മാഡത്തിന്റെ പെരുമാറ്റം സംശയാസ്പദമാണ് എന്ന് അവർ രണ്ടുപേരും പറയുന്നു. അരുന്ധതി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പ്രകാശ് ഉറപ്പിക്കുന്നു. പ്രകാശ് അരുന്ധതിയെ ഒരു കഫേയിലേക്ക് വിളിക്കുന്നു. അവൾ ഭർത്താവിനൊപ്പമാണ് വരുന്നത്. എന്നെ പറ്റിക്കാനാണോ നീ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ അരുന്ധതി ദേഷ്യപ്പെട്ട് വെള്ളമെടുത്ത് പ്രകാശിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നു. താൻ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾ പറയുന്നു. അതിനിടയിൽ ഒരു അജ്ഞാതൻ ആശുപത്രിയിലുള്ളവർക്കും രോഗികൾക്കും ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു. ഇതോടെ പ്രശ്നം വലിയൊരു പരാതിയായി മാറുന്നു. വിവേക് എന്ന പോലീസ് ഓഫീസർ ഈ കേസ് അന്വേഷിക്കാനെത്തുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പല ഫുട്ടേജുകളും മിസ്സിംഗ് ആണെന്ന് അയാൾ കണ്ടെത്തുന്നു. ഹെഡ് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് വിവേകിന് മനസ്സിലായി. വിവേക് പ്രകാശുമായി സംസാരിക്കുമ്പോൾ പ്രകാശ് തന്റെ സംശയം അരുന്ധതിക്ക് മേലാണെന്ന് പറയുന്നു. വിവേക് അരുന്ധതിയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്നെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റിന് വിധേയമാക്കൂ എന്ന് അവൾ വെല്ലുവിളിക്കുന്നു. പിന്നീട് വിവേക് അന്വേഷിച്ചപ്പോൾ
അരുന്ധതിക്ക് കാരുണ്യവാദത്തോട് ആഭിമുഖ്യമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതായത് കഷ്ടപ്പെടുന്ന രോഗികളെ കൊന്ന് രക്ഷിക്കുന്നത് നല്ലതാണെന്ന ചിന്ത അവൾക്കുണ്ടായിരുന്നു. മുൻപ് ഒരു പട്ടി കഷ്ടപ്പെടുന്നത് കണ്ട് അവൾ അതിനെ കൊന്നിട്ടുണ്ടെന്ന് സുഹൃത്ത് വെളിപ്പെടുത്തുന്നു. അതിനിടയിൽ ആശുപത്രി ഹെഡ് നിഖിലിനെ വിളിച്ച് തന്റെ മകളുടെ പുറകെ നടക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ നിഖിൽ വഴങ്ങുന്നില്ല. ആശുപത്രിയിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ തനിക്കറിയാമെന്നും തനിക്ക് 50% പങ്കാളിത്തം വേണമെന്നും നിഖിൽ ഭീഷണിപ്പെടുത്തുന്നു. CCTV കട്ട് ചെയ്ത് മരുന്നുകളിൽ തട്ടിപ്പ് നടത്തിയാണ് ഹെഡ് പണമുണ്ടാക്കുന്നത്. ഹെഡ് സെക്യൂരിറ്റിയെ ഉപയോഗിച്ചാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത്. അരുന്ധതിയുടെ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തുമ്പോൾ ഹീറോയെക്കുറിച്ചുള്ള ചോദ്യം വന്ന ഉടൻ അവൾ പരിഭ്രാന്തയായി ടെസ്റ്റ് നിർത്തി ഓടിപ്പോകുന്നു. ഇതോടെ വിവേകിന് സംശയം കൂടുന്നു. പ്രകാശ് കാറിൽ കയറാൻ പോകുമ്പോൾ ഹെഡ് നഴ്സ് ഒരു പയ്യനെ എന്തോ കൊടുത്തു വിടുന്നത് കാണിക്കുന്നു. പ്രകാശ് ആ പയ്യനെ തടഞ്ഞു നിർത്തി പരിശോധിക്കുമ്പോൾ അരുന്ധതിയുടേതാണെന്ന് കരുതിയ ആ ഡ്രഗ് കണ്ടെത്തുന്നു. ആ പയ്യൻ ഹെഡ് നഴ്സിന്റെ മകനാണ്. ഹെഡ് നഴ്സ് സത്യം വെളിപ്പെടുത്തുന്നു. എന്റെ മകൻ മരുന്നിന് അടിമയാണ്. അവന് വേണ്ടി ഞാനാണ് ഈ മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അരുന്ധതി മാഡത്തിന് ഇതിൽ പങ്കില്ല. ഒരു ദിവസം മാഡം ഇത് കണ്ട് ഞങ്ങളെ വഴക്ക് പറഞ്ഞു. ജോലി പോകുമെന്ന് പേടിച്ചാണ് ഞങ്ങൾ പ്രകാശിന്റെ സംശയം അരുന്ധതിക്ക് നേരെ തിരിച്ചുവിട്ടത്. ഇവിടെ അരുന്ധതി നിരപരാധിയാണെന്ന് പ്രകാശിന് മനസ്സിലാകുന്നു. വിവേകിന് ലാബ് റിസൾട്ട് ലഭിക്കുന്നു. രോഗികളെല്ലാം പ്രത്യേക മരുന്ന് നൽകിയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമാകുന്നു. സ്റ്റെല്ലയോട് സംസാരിക്കുമ്പോൾ നിഖിൽ തന്നെ മുകളിലേക്ക് വിളിച്ച സമയത്താണ് കൊലപാതകം നടന്നതെന്ന് അവൾ പറയുന്നു. ഗായകന്റെ ഭാര്യ അമ്മാനെ സംശയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഡോക്ടർ നിഖിൽ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുന്നു. കത്തിൽ താനാണ് എല്ലാത്തിനും കാരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നിഖിലിന്റെ കാമുകി ഹെഡിന്റെ മകൾ അത് വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് പ്രകാശ് തന്റെ റൂമിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച മരുന്ന് കണ്ടെത്തുന്നു. പ്രകാശ് അത് അവിടെ വെച്ചിട്ടില്ല. അപ്പോൾ റൂമിലുണ്ടായിരുന്ന ഭാര്യ മീരയാണ് ഇത് ചെയ്തത് എന്ന് പ്രകാശിന് സംശയം തോന്നുന്നു. ഓരോ മരണം നടക്കുമ്പോഴും മീര എവിടെയായിരുന്നു എന്ന് വ്യക്തമല്ല. പ്രകാശ് വീട്ടിലേക്ക് ഓടിയെത്തി മീരയോട് ചോദിക്കുന്നു. മീര അത് നിഷേധിക്കുന്നു. എന്നാൽ നിഖിൽ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ കണ്ണു തുറക്കുന്നു. സെക്യൂരിറ്റിയാണ് തന്നെ അടിച്ചു മുകളിൽ നിന്ന് തള്ളിയിട്ടതെന്ന് അവൻ വെളിപ്പെടുത്തുന്നു. ഹെഡ് പറഞ്ഞിട്ടാണ് സെക്യൂരിറ്റി അത് ചെയ്തത്. അതേസമയം വിവേക് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം കണ്ടെത്തുന്നു. പ്രകാശിന്റെ ഭാര്യ മീര ഒരു വർഷം മുൻപേ മരണപ്പെട്ടതാണ്. ഹെഡ് നഴ്സും അത് സ്ഥിരീകരിക്കുന്നു. പ്രകാശ് തന്റെ മരിച്ചുപോയ ഭാര്യയാണ് ഇതെല്ലാം ചെയ്തതെന്ന് കരുതി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ മീരയുടെ ഫോട്ടോയിൽ മാലയിട്ടിരിക്കുന്നത് അയാൾ കാണുന്നില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അയാൾ കരുതുന്നത്. പ്രകാശിന് മാനസിക പ്രശ്നമുണ്ടെന്ന് സിനിമ ഇവിടെ വ്യക്തമാക്കുന്നു. നിഖിൽ വിവേകിനോട് പറയുന്നു പ്രകാശ് പലപ്പോഴും തനിയെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്ന്. വിവേക് പ്രകാശിന്റെ വീട്ടിലെത്തുമ്പോൾ ആ വീട് ഒരു വർഷമായി വൃത്തിയാക്കാതെ കിടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ജനലിലൂടെ നോക്കുമ്പോൾ പ്രകാശ് തനിയെ നിന്ന് ഭാര്യയോട് വഴക്കിടുന്നത് വിവേക് കാണുന്നു. വിവേക് ബെല്ലടിക്കുമ്പോൾ പ്രകാശ് വാതിൽ തുറക്കുന്നു. വിവേക് പ്രകാശിനോട് നിങ്ങളുടെ ഭാര്യ ഒരു വർഷം മുമ്പ് മരിച്ചതാണ്, സത്യം മനസ്സിലാക്കൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ പ്രകാശിന് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. താൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അയാൾ തിരിച്ചറിയുന്നു. വിവേകിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രകാശ് അയാളെ അടിച്ചു വീഴ്ത്തുന്നു. രണ്ടുപേരും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നു. ഒടുവിൽ പ്രകാശ് വിവേകിനോട് സത്യം പറഞ്ഞു. മീരയ്ക്ക് ശ്വാസകോശ അർബുദമായിരുന്നു. ചികിത്സ കഠിനമായ വേദന നൽകിയപ്പോൾ അവൾ പ്രകാശിനോട് തന്നെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രകാശ് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കഠിനമായ വേദനയോടെ അവൾ മരിച്ചു. മരണസമയത്ത് എന്നെ നേരത്തെ കൊല്ലാമായിരുന്നു, ഒരുപാട് കഷ്ടപ്പെടുത്തി എന്ന് അവൾ പറഞ്ഞു. ആ ആഘാതത്തിൽ പ്രകാശ് തന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് സങ്കല്പിച്ചു. കഷ്ടപ്പെടുന്ന രോഗികളെ കാണുമ്പോൾ അവർ മീരയെ പോലെ തന്നെ കൊല്ലാൻ ആവശ്യപ്പെടുന്നത് പോലെ പ്രകാശിന് തോന്നി. അങ്ങനെ പ്രകാശ് തന്നെയാണ് ആ രോഗികൾക്ക് മരുന്ന് നൽകി കൊന്നത്. എന്നാൽ അത് ചെയ്യുന്നത് തന്റെ ഭാര്യയാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. സത്യം പറഞ്ഞ ശേഷം പ്രകാശ് വിവേകിനെ അടിച്ച് മലമുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. തുടക്കത്തിൽ കഥ പറഞ്ഞിരുന്ന ആൾ ഈ പോലീസ് ഓഫീസറായ വിവേകായിരുന്നു. കഴുത്തിൽ മെഷീൻ വെച്ചാണ് അയാൾ സംസാരിക്കുന്നത്. എന്നാൽ വലിയ ഡോക്ടർ വിവേക് പറയുന്നത് വിശ്വസിക്കുന്നില്ല. വിവേക് ഒരു പോലീസ് ഓഫീസറാണ്. എന്നാൽ അപകടത്തിന് ശേഷം അയാളില്ലാത്ത ഒരു കേസ് സങ്കല്പിച്ച് പറയുകയാണെന്നാണ് ഡോക്ടർ കരുതുന്നത്. പെട്ടെന്ന് പ്രകാശ് ആ റൂമിലേക്ക് വരുന്നു. വിവേക് ജീവിച്ചിരിക്കുന്നത് അപകടമാണെന്ന് കരുതി അയാളെ കൊല്ലാൻ പ്രകാശ് വരുന്നു. പ്രകാശിന്റെ ഒരു വിരൽ കൃത്രിമമായിരുന്നു. ആ വിരലിനുള്ളിലാണ് അയാൾ സൂചി ഘടിപ്പിച്ചിരുന്നത്. അത് ഉപയോഗിച്ചാണ് അയാൾ എല്ലാവരെയും കൊന്നിരുന്നത്. പ്രകാശ് വിവേകിന്റെ കഴുത്തിൽ സൂചി കുത്താൻ വരുമ്പോൾ വിവേക് സർവ്വശക്തിയുമെടുത്ത് പ്രതിരോധിക്കുകയും ആ സൂചി തിരിച്ച് പ്രകാശിന്റെ കഴുത്തിൽ തന്നെ കുത്തുകയും ചെയ്യുന്നു. മരുന്ന് ശരീരത്തിൽ കയറി പ്രകാശ് പിടഞ്ഞു മരിക്കുന്നു. മരണസമയത്ത് പ്രകാശിന് തന്റെ ഭാര്യ മീരയെയും താൻ കൊന്ന മറ്റു 3 പേരെയും സങ്കല്പത്തിൽ കാണാൻ കഴിയുന്നു. നീയും വന്നു എന്ന് മീര ചോദിക്കുമ്പോൾ അതെ ഞാൻ വന്നു എന്ന് പറഞ്ഞ് പ്രകാശ് അവരുടെ അരികിലേക്ക് പോകുന്നു. പരലോകത്ത് അവർ രണ്ടുപേരും ഒന്നിക്കുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയിലെ ട്വിസ്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർച്ചയായി ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും